നടത്താനാ ബാക്കിയുള്ള പൈസ കൊണ്ട് എന്ത് വികസനം നടത്താൻ? അപ്പൊ അതാണ് ഈ സാമ്പത്തിക വിദഗ്ധന്മാർ ചോദിക്കുന്നത്. മേരി ജോർജ്, അതുപോലെ തന്നെ BA പ്രകാശ്, അതുപോലെ കണ്ണൻ, ഇവരൊക്കെ ചോദിച്ചു നിങ്ങൾ എന്ത് വികസനമാണ് പറഞ്ഞത്? അവർ തലയിൽ കൈവച്ചു. അവർ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ്, നമ്മളെ പോലെയല്ല, അവർക്ക് വിവരമുണ്ടല്ലോ. അവരെ കയ്യിൽ വെച്ച് നിങ്ങൾ ഇതെല്ലാം ചെലവാക്കി ദൈനംദിന ചെലവിൽ നിങ്ങളുടെ പണം മുഴുവൻ എടുത്ത് ബാക്കി വരുന്ന ഈ തുച്ഛമായ പണം കൊണ്ട് നിങ്ങൾ എന്ത് തേങ്ങാ വികസനമാണ് നടത്തുന്നത്? മേരി ജോർജ് പറഞ്ഞു. അവരൊക്കെ വളരെ പഠിച്ച് കാര്യങ്ങൾ പറയുന്നത്. അവർ ഒരു കാര്യം അന്ധമായിട്ട് പറയുന്ന ആളുകളല്ല ഈ മേരി ജോർജ്. അങ്ങനെ പറയാണ് മേരി ജോർജിന് ഭയങ്കര അസൂയാണ്. മേരി ജോർജിന് നമ്മളോട് ഭയങ്കര അസൂയാണ്, സർക്കാരിനോട് ഭയങ്കര അസൂയാണ്. അതുപോലെ BA പ്രകാശിന് ഭയങ്കര അസൂയാണ്. ഇപ്പൊ വന്ന് ഇപ്പൊ ഇവർ പറയാൻ വേണ്ടി പോകുന്നത് മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ വേണൂരും ഈ സർക്കാരിനോട് ഭയങ്കര അസൂയാണ് എന്ന് ഇനി എപ്പോഴാണ് പറയാനാണ് നമ്മൾ ആയത്. കാരണം വേണൂര് വലിയൊരു കാര്യം ചെയ്യുന്നു. എന്താ വേണ്ടി ചെയ്തത്? അദ്ദേഹം ഹൃദയത്തിന് അസുഖമുണ്ടാക്കി. ആ അസുഖവുമായി അദ്ദേഹം മെഡിക്കൽ കോളേജിലേക്ക് പോയി. അദ്ദേഹം അവിടെ നിന്ന് ചികിത്സ കിട്ടാത്ത കാര്യം ഓഡിയോയിലൂടെ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം മരിച്ചു. എന്തുകൊണ്ടാണ് മരിച്ചത്? ഈ സർക്കാരിനെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് മരിച്ചത്. ഇത്രയും അപഹാസ്യമായ വിധത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ AKG സെന്റർ എന്ന് പറഞ്ഞാൽ കള്ളത്തിന്റെ കണക്കെടുക്കുന്ന ഒരു സ്ഥാപനമായി AKG സെന്റർ മാറി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ സർക്കാരിന് എന്ത് പറഞ്ഞാണ് വേലി നയിക്കാനുള്ളത്? വിലക്കയറ്റത്തിന്റെ അങ്ങേയറ്റം ആയിരിക്കും. വിലക്കയറ്റം കൊണ്ട് ഫാമിലി ബഡ്ജറ്റുകൾ താളം തെറ്റിയിരിക്കുന്നു. കുടുംബ കലഹങ്ങളുടെ ഒരു കാരണം ഈ വിലക്കയറ്റമാണെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടില്ലേ ഈ സർക്കാരിനെ കുറിച്ച് വേലി നടിക്കുന്ന സമയത്ത് കൊല്ലത്തൊരു കുട്ടി, സ്കൂൾ കുട്ടി ഷോക്കടിച്ച് മരിച്ചു. വയനാട്ടിൽ മറ്റൊരു കുട്ടി പാമ്പ് കടിച്ച് മരിച്ചത് ഈ സർക്കാരിന്റെ കാരണമാണ്. അപ്പോൾ വികസനം എന്ന് പറഞ്ഞ് വാചമടിക്കുകയും PR വർത്തമാനം പറയുകയും ചെയ്യുകയും പാവപ്പെട്ടവൻ ഇവിടെ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോൾ ആൾക്കാർ പറയുന്ന കുട്ടികളോട് പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് പോകരുത്, രാത്രി സമയത്തൊന്നും അങ്ങോട്ട് പോകരുത്. കാരണം എന്താ? അനാഥമായി അലഞ്ഞു നടക്കുന്ന ആത്മാവുകളിൽ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ വട്ടം കൊടുക്കുകയാണ്. മര്യാദയ്ക്ക് ചികിത്സ കിട്ടാതെ വേദനിച്ച് കുടുംബത്തെ കുറിച്ച് ആലോചിച്ച് മരിച്ചുപോയ മനുഷ്യരുടെ ആത്മാവുകൾ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അതുകൊണ്ട് കുട്ടികളെ നിങ്ങളൊന്നും അങ്ങോട്ട് പോകരുതെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ സർക്കാർ ജനവിരുദ്ധമായിട്ടുള്ള ഈ സർക്കാർ ഒരു ഭാഗത്ത് PR വർക്ക് ഒരു ഭാഗത്ത് നടത്തുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ ജനങ്ങൾ പാറ്റകളെ പോലെ മരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല. അതേസമയത്ത് മറുഭാഗത്ത് ഒരു വലിയ ഒരു സമ്പന്ന വർഗം ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ, സംസ്ഥാന ഭരണ നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ ഒരു സമ്പന്ന വർഗം രൂപപ്പെട്ടു. ഈ സമ്പന്ന വർഗം ഇവിടത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ചുവന്ന കൊടി പിടിച്ച് ഇൻകുലാബ് പിടിച്ച് നടന്ന ഈ കമ്മ്യൂണിസ്റ്റുകാർ കാണണം. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച്, അതായത് കമ്മ്യൂണിസ്റ്റ് ആശയത്തെ കുറിച്ച്, കമ്മ്യൂണിസം പറഞ്ഞ് നടത്തുന്ന ജനങ്ങളെ കുറിച്ച് ഇൻകുലാബ് വിളിച്ചു മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചൊന്നും പിണറായി വിജയൻ ആലോചിക്കുന്നില്ല. ഒരു സമ്പന്ന വർഗം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിന്റെ പിന്തുണക്കുന്നവർ, വലിയ പണക്കാർ കൂടിച്ചേർന്നിട്ടുള്ള ഒരു സമ്പന്ന വർഗം അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. ഈ സമ്പന്ന വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തുമ്പോൾ അവരുടെ ചിന്തകളിൽ നിങ്ങളാരും ഇല്ല സഖാവേ. ഇത് നിങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്നാണ് തിരിച്ചറിയാൻ പോകുന്നത്. ചുവന്ന കൊടി പിടിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതീതി എന്നുള്ള നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ചുവന്ന കൊടിയുടെ മാനം കളഞ്ഞ പിണറായി വിജയനും അതിന്റെ ഇടതുപക്ഷ സർക്കാരിനുമെതിരായിട്ടുള്ള വിധി എഴുതുന്നതിന് വേണ്ടി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് വിനിയോഗിച്ചില്ലെങ്കിൽ കമ്മ്യൂണിസം അതുപോലെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയവും കേരളത്തിൽ ഇല്ലാതാവുന്നത് കണ്ടു മരിക്കേണ്ടുന്ന ഗതികേട് നിങ്ങൾക്കുണ്ടാവും. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾക്കുണ്ട്. ആ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചു ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്നതിന് അത്യാവശ്യമാണ്, അനിവാര്യമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ വിശ്വാസത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുവാൻ
നമ്മൾ ആളിക്കത്തുന്ന അഗ്നി പോലെ നമ്മുടെ UDF പ്രവർത്തകന്മാർ കൂടി ഉണ്ടായി. അണഞ്ഞു കത്തുന്ന അഗ്നി പോലെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടി ഉണ്ടാവണം. അങ്ങനെ ആളിക്കത്തുന്ന അഗ്നിയും അണഞ്ഞു കത്തുന്ന അഗ്നിയും ചേർന്നുകൊണ്ട് ഈ പണ്ട് ഹനുമാൻ ലങ്ക ദഹിപ്പിച്ച ഒരു കഥയുണ്ട്. അതുപോലെ ഈ ജനവിരുദ്ധമായ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ, ഇടതുപക്ഷ വിരുദ്ധമായ ഈ ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ജനാധിപത്യത്തിന്റെ കൊടിക്കൂറ നമ്മൾക്ക് ആകാശങ്ങളിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ മറന്നുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി പോരാടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്.